ഇൻസബ്റ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് പോകുന്നത്. ബൈനറി ഓപ്പറേഷൻസ്. A binary operation star on a set A is a function star such that A cross A to A defined by A star B, A comma B belongs to A. ബൈനറി ഓപ്പറേഷൻ സിമ്പിൾ എന്താ? സ്റ്റാർ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ കണ്ടുള്ള സിമ്പിളാണ് സ്റ്റാർ ഓൺ എ സെറ്റ് എ. ഒരു സെറ്റ് എയിൽ നിന്നേക്കുള്ള ഫംഗ്ഷനാണ് എ ക്രോസ് എ. ക്രോസ് പ്രോഡക്റ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്? എന്താ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ? രണ്ട് സെറ്റിലെ എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പെയറായിട്ട് എഴുതുന്ന എന്ത് പറയുന്നത്? ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ്. ഇവിടെ രണ്ട് സെറ്റും എന്ത് തന്നെ? എ തന്നെയാണ്. എ ക്രോസിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് ബൈനറി ഓപ്പറേഷൻ എങ്കിൽ അതെന്തായിരിക്കും? എ സ്റ്റാർ ബി ആയിരിക്കും. ആ എയും ബി എന്തായിരിക്കും? തന്നിരിക്കുന്ന സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം. ആ എയും ബിയും തന്നിരിക്കുന്ന സെറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ബൈനറി ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ ബി എന്ന് എഴുതാം. നോക്കിയേ, ബൈനറി ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബിയെ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയണം? ബി സ്റ്റാർ എന്ന് എഴുതാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറയാം? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. രണ്ടാമത് ബൈനറി ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബി സ്റ്റാർ സി നമ്മൾ എങ്ങനെ എഴുതും? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് എഴുതും. ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ ലെറ്റർ ഇ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ ദ ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? സ്മോൾ ലെറ്റർ ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എ സ്റ്റാർ ഇ എന്ന് പറയുന്നതും ഇ സ്റ്റാർ എ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? എ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. എന്താ പറഞ്ഞത്? എ സ്റ്റാർ ഇ ചെയ്താലും തിരിച്ച് ഇ സ്റ്റാർ എ ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇ എന്തായിരിക്കും? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കിക്കേ, 2 സ്റ്റാർ 3 ചെയ്താലും 2 കിട്ടണം. തിരിച്ച് 3 സ്റ്റാർ 2 ചെയ്താൽ എന്ത് തന്നെ കിട്ടണം? 2. അതായത് 2 എന്താണ്? അവിടെ എ ആണ്. എ തന്നെ കിട്ടിയാൽ എന്തായിരിക്കും? അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതായിരിക്കും? 3 ആയിരിക്കും ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. മനസ്സിലായോ? എ സ്റ്റാർ ഇ ചെയ്താലും ഇ സ്റ്റാർ എ ചെയ്താലും എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടുവാണെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്തായിരിക്കും? ഇ ആയിരിക്കും. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ ക്ലിയർ ആയോ? നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, determine whether or not each of the definition of star given below gives a binary operation. In the event that star is not a binary operation, give justification for this. First question, on Z plus defined star by A star B equal to A minus B. Second question, on Z plus defined star by A star B equal to AB. And third question, on R defined star by A star B equal to AB square. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് എന്താണെന്നാ? ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓൺ ഇസഡ് പ്ലസ് ഡിഫൈൻഡ് സ്റ്റാർ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓൺ ഇസഡ് പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജേഴ്സാണ്. നമ്മളെ ക്വസ്റ്റ്യൻ ഇസഡ് പ്ലസ് ആണ്. അപ്പം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാ? ഇസഡ് പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 5 എക്സെട്ര അങ്ങനെ പോകുന്നതാണ് എന്ത്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി. ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി ആണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. നമുക്ക് എക്ക് 1 കൊടുക്കാം, ബിക്ക് 2 കൊടുക്കാം. അപ്പോൾ 1 സ്റ്റാർ 2 എന്ത് കിട്ടും? 1 സ്റ്റാർ 2 ഈക്വൽ ടു 1 മൈനസ് 2. ശരിയല്ലേ? 1 സ്റ്റാർ 2 ഈക്വൽ ടു 1 മൈനസ് 2. 1 മൈനസ് 2 എത്ര? 1 മൈനസ് 2 ഈക്വൽ ടു -1 അല്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇസഡ് പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജറാ. നമ്മൾ എയ്ക്കും ബിക്കും കൊടുക്കുന്ന നമ്പർ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. കിട്ടുന്ന ആൻസറും എന്തായിരിക്കണം? പറഞ്ഞിരിക്കുന്ന സെറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കണം. ഇസഡ് പ്ലസ് തന്നെ ആയിരിക്കണം. പക്ഷേ ഇത് ഇസഡ് പ്ലസ് ആണോ? അത് പോസിറ്റീവ് ഇൻറ്റിജർ ആണോ? ഇതൊരു നെഗറ്റീവ് ഇൻറ്റിജർ അല്ലേ? അപ്പോൾ ഇത് നോട്ട് ബിലോങ്സ് ടു ഇസഡ് പ്ലസ്. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇസഡ് പ്ലസ് എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബൈനറി ഓപ്പറേഷൻ വിളിക്കാൻ പറ്റുമോ? നമ്മൾ എയ്ക്കും ബിക്കും കൊടുക്കുന്ന വാല്യൂവും കിട്ടുന്ന ആൻസറും എന്തായിരിക്കണം? തന്നിരിക്കുന്ന സെറ്റിൽ എലമെൻ്റ് ആയിരിക്കും. തന്നിരിക്കുന്ന സെറ്റ് എന്താ? ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജറാണ്. കിട്ടിയ ആൻസർ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല? ഇതൊരു ബൈനറി ഓപ്പറേഷൻ അല്ല. ദെയർഫോർ എ സ്റ്റാർ ബി ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഓൺ ഇസഡ് പ്ലസ് ഡിഫൈൻഡ് സ്റ്റാർ ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി. ഇവിടെ എന്താ സെറ്റ് തന്നിരിക്കുന്നത്? ഇസഡ് പ്ലസ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി ആണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി.
നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഇസഡ് പ്ലസ്. അപ്പോൾ എക്കും ബിക്കും നമുക്ക് എന്തേ എടുക്കാൻ പറ്റും? പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കാൻ പറ്റും. രണ്ട് പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്ലൈ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടും. രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇത് എന്ത് തന്നെ ആയിരിക്കും? ഇത് ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസം നോക്കിയേ. ഓൺ ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പരാ. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പരും വരും. ഈ പറഞ്ഞ ഇൻറ്റിജർ വരാം, റാഷണൽ വരും, ഇറാഷണൽ വരും. അങ്ങനെ ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? റിയൽ നമ്പർ എന്ന് വിളിക്കാം. എല്ലാ നമ്പരും വരും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി സ്ക്വയർ. രണ്ട് റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ആഡ് ചെയ്താലും എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഒരു നമ്പർ ആയിരിക്കും. അതെന്തായിരിക്കും? റിയൽ നമ്പർ. കാരണം എന്താ? എല്ലാ നമ്പരും ചേർന്ന റിയൽ നമ്പർ. അപ്പോൾ ഏത് നമ്പർ തമ്മിൽ ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇതെന്താണ്? എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി സ്ക്വയർ എന്തായിരിക്കും? അത് ബൈനറി ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ എന്തായാലും താഴെ തരുന്നത് ബൈനറി ഓപ്പറേഷൻ ഏതാണെന്നാ. ബൈനറി ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബൈനറി ഓപ്പറേഷൻ അല്ലായിരുന്നു, നമ്മളത് എഴുതി. ബാക്കി രണ്ടും നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻഡ് ബിലോ ഡിറ്റർമൈൻ വെദർ സ്റ്റാർ ഈസ് ബൈനറി, കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റീവ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഇസഡ് ഡിഫൈൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൺ Q define A star B equal to AB plus 1. Third question. On Q define A star B equal to AB by 2. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം. ബൈനറി ആണോ, കമ്മ്യൂട്ടേറ്റീവ് ആണോ, അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓൺ ഇസഡ് ഡിഫൈൻ എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പറഞ്ഞു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജർ ആണ്. 1 2 3 4 5 എക്സെട്ര. അങ്ങനെയും 0 ബാക്കിലോട്ട് -1 -2 -3 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പറാണ് എന്ത്? ഇൻറ്റിജർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആദ്യം ബൈനറി ആണോ ചെക്ക് ചെയ്യണം. എ സ്റ്റാർ ബി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന്. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ? എ മൈനസ് ബി ആണ്. നമുക്ക് എക്ക് 1ഉം ബിക്ക് 2 എടുക്കുക. ഇത് രണ്ടും എന്താണ്? 1 2 ഇൻറ്റിജർ ആണ്. നമുക്ക് എന്ത് കിട്ടും? 1 സ്റ്റാർ 2 ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് കിട്ടും. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? -1. -1 എന്താ? ഒരു ഇൻറ്റിജർ തന്നെ ബിലോങ്സ് ടു ഇസഡ് തന്നെ. അതുകൊണ്ട് ഇതെന്താ? ഇത് ബൈനറി ആണ്. എ സ്റ്റാർ ബി ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഇതെന്താണ്? ബൈനറി ആണ്. ഇനി എന്താ നമുക്ക് ചെക്ക് ചെയ്യേണ്ട? കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബി എങ്ങനെ കിട്ടണം? തിരിച്ച് ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാലും ശരിയായിരിക്കണം. നമുക്കിത് ഈ നമ്പർ കൊടുക്കാം. എക്ക് 1ഉം ബിക്ക് 2ഉം കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? എ സ്റ്റാർ ബി ഈക്വൽ ടു 1 സ്റ്റാർ 2. അതായത് എ മൈനസ് ബി ആണ്. 1 സ്റ്റാർ 2 ആകുമ്പോൾ 1 മൈനസ് 2. 1 മൈനസ് 2 എത്ര? -1. തിരിച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -1 കിട്ടണം. ബി സ്റ്റാർ എ ചെയ്യുമ്പോഴും -1 കിട്ടണം. ബി സ്റ്റാർ എ ഈക്വൽ ടു തിരിച്ച് 2 - 1 ഈക്വൽ 2 സ്റ്റാർ 1 ഈക്വൽ 2 - 1 ഈക്വൽ എന്ത് കിട്ടും? 1 കിട്ടും. എ സ്റ്റാർ ബി -1ഉം ബി സ്റ്റാർ എ ചെയ്തപ്പോൾ എന്താ കിട്ടി? 1 കിട്ടി. രണ്ട് ഈക്വൽ ആണോ? അല്ല. എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് കിട്ടണം. അപ്പം നമ്മൾ ആദ്യം എക്ക് 1 കൊടുത്തു, ബിക്ക് 2 കൊടുത്തു, സിക്ക് 3 കൊടുത്തു. നമ്മളെ ക്വസ്റ്റ്യനിൽ സെറ്റ് ചെയ്താണോ ആ എലമെന്റ് കൊടുക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ സെറ്റ് ചെയ്ത ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാ. നമ്മൾ കൊടുത്തത് 1 2 3 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജർ തന്നെ. അപ്പോൾ എക്കും ബിക്കും സിക്കും വാല്യൂ കൊടുത്തു. ആദ്യം LHS ചെയ്യാം. എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു 1 സ്റ്റാർ 2 സ്റ്റാർ 3. ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം. 1 സ്റ്റാർ 2 നമുക്ക് എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ അനുസരിച്ച് 1 - 2 എന്ന് എഴുതാം. 1 - 2 സ്റ്റാർ 3 ഈക്വൽ ടു 1 - 2 എത്ര? -1. ബാക്കി എന്തുണ്ട് അവിടെ? സ്റ്റാർ 3 ഉണ്ട്. ഇപ്പോൾ എ സ്റ്റാർ ബി എന്ന് വീണ്ടും വന്നു. -1 സ്റ്റാർ 3 നമുക്ക് എങ്ങനെ എഴുതാം? -1 - 3 എന്ന് എഴുതാം. -1 - 3 എത്ര? -4. അപ്പോൾ നമുക്ക് LHS ചെയ്തപ്പോൾ എന്ത് കിട്ടി? -4 കിട്ടി. ഇനി RHS ഇതുപോലെ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു 1 സ്റ്റാർ 2 സ്റ്റാർ 3 ഈക്വൽ ടു ബ്രാക്കറ്റിലുള്ളത് ആദ്യം 1 സ്റ്റാർ 2 സ്റ്റാർ 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 - 3 ഈക്വൽ ടു 1 സ്റ്റാർ 2 - 3 എത്ര? -1. 1 സ്റ്റാർ -1 എന്ന് കിട്ടി. 1 സ്റ്റാർ -1നെ 1 - -1 ആകുമ്പോൾ +1 ആയി. 1 + 1 എത്ര? 2 കിട്ടി. നോക്കി LHS RHS ഈക്വൽ ആണോ? LHS നമുക്ക് എന്താ കിട്ടിയത്? -4ഉം RHS 2 ആണ് കിട്ടിയത്. അപ്പോൾ എന്താ? ഇത് രണ്ടും എന്താ? ഈക്വൽ അല്ല. ശരിയല്ലേ? അതുകൊണ്ട് ഇതിനെന്ത് വിളിക്കാം? ഇറ്റ് ഈസ് നോട്ട്
അസോസിയേറ്റീവ്. ഇതെന്തല്ല, അസോസിയേറ്റീവ് അല്ല. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബൈനറി ആണ്, പക്ഷേ കമ്മ്യൂട്ടേറ്റീവും അല്ല അസോസിയേറ്റീവും അല്ല. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൺ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? P/Q ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ നമ്പർ എന്ന് വിളിക്കും. നമ്മളെ ക്വസ്റ്റ്യൻ A*B = AB + 1 ആണ്. ആദ്യം ഇതെന്താണെന്ന് ചെക്ക് ചെയ്യണം, ബൈനറി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ A*B = AB + 1 ശരിയല്ലേ? ഇവിടെ നമുക്ക് എക്ക് 1 ബിക്ക് 2. 1 ഇൻറ്റു എന്ത് തന്നെ? ക്യൂ തന്നെ റാഷണൽ നമ്പറാണ്. കാരണം 1/1 എന്ന് എഴുതാം, 2നെ 2/1 എന്ന് എഴുതാം. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ കഴിയും. അതുകൊണ്ട് 1ഉം 2 എന്താ റാഷണൽ നമ്പറാണ്. എക്ക് 1ഉം ബിക്ക് 2ഉം കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1*2 = 1 × 2 + 1 എന്ന് വരും. 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. 2 + 1 3. 3 ഒരു റാഷണൽ നമ്പർ അല്ലേ? 3യെ 3/1 എന്ന് എഴുതാം, P/Q ഫോമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് 3 ഒരു റാഷണൽ നമ്പറാണ്. 3 belongs to Q ആണ്. സോ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഇതെന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി നമുക്കിത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? A*B എന്ത് കിട്ടണം? തിരിച്ച് B*A കിട്ടണം. ഇതേ സംഖ്യ തന്നെ എടുക്കുക. എക്ക് 1ഉം ബിക്ക് 2 കൊടുക്കുന്നു. അപ്പം 1*2 = 1 × 2 + 1 = 3 വരും. തിരിച്ച് 2*1 = 2 × 1 + 1. 2 × 1 2, 2 + 1 അതും എന്ത് കിട്ടി? 3 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A*B = B*A എന്ന് കിട്ടി. സോ ഇതിനെ എന്ത് വിളിക്കാം? കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കാം. ഇനി അടുത്ത എന്താ? അസോസിയേറ്റീവ് അല്ലേ? അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടണം? A*B *C = A*B*C എന്ന് കിട്ടണം. നമുക്ക് ഇതേ കണക്ക് എക്ക് 1 എടുത്തു, ബിക്ക് 2 എടുത്തു, സിക്ക് 3 എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? 1*2 *C 3 = 1*2നെ എങ്ങനെ എഴുതാം? 1 × 2 + 1. 1 × 2 + 1 *3. 1 × 2 2, 2 + 1 3. അപ്പോൾ എന്ത് കിട്ടും? 3*3 എന്ന് കിട്ടും. 3*3 എങ്ങനെ എഴുതും? 3 × 3 + 1. 3 × 3 + 1. 3 × 3 9, 9 + 1 10. LHS ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10 കിട്ടി. ഇനി ഇതുപോലെ RHS 1*2 *3 = ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം. 1*2*3 എങ്ങനെ എഴുതും? 2 × 3 + 1. 2 × 3 + 1 = 1*2 × 3 6. 6 + 1 7. 1*7 എങ്ങനെ എഴുതും? 1 × 7 + 1. 1 × 7 + 1 = 1 × 7 7. 7 + 1 8. LHS ഈക്വൽ ആണോ? അല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും എന്തല്ല? ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ്. സോ ഇതെന്തല്ല? ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റീവ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓൺ ക്യൂ ഡിഫൈൻ A*B = AB/2. ക്യൂ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റാഷണൽ നമ്പറാണ്. P/Q ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പറാണ് ക്യൂ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A*B = AB/2 ആണ്. അപ്പോൾ ഇത് ബൈനറി ഓപ്പറേഷൻ ആണോ ചെക്ക് ചെയ്യണം. അതായത് കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? ക്യൂ റാഷണൽ നമ്പർ ആയിരിക്കണം. ഇവിടെ A*B എന്ന് പറയുന്നത് എന്താ? AB/2, അതായത് P/Q ഫോമിൽ തന്നെ തന്നിരിക്കുന്നത്. P/Q ഫോം ആണെങ്കിൽ എന്തായിരിക്കും? ബിലോങ്സ് ടു ക്യൂ, റാഷണൽ നമ്പർ ആയിരിക്കും. സോ ഇതെന്താണ്? ഇറ്റ് ഈസ് ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്താൽ മതി. കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ A*B എന്തായിരിക്കണം? B*A ആയിരിക്കണം. നമ്മൾ ആദ്യം A*B ക്വസ്റ്റ്യനിലുണ്ട്. A*B എന്താണ്? AB/2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് B*A ആകുമ്പോൾ എന്ത് കിട്ടും? BA/2 കിട്ടും. AB/2 എന്ന് പറയുന്നതും BA/2 എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അടുത്ത അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യണം. അസോസിയേറ്റീവ് ആണെങ്കിൽ എന്താവണം? A*B *C = A*B*C ആവണം. നമ്മൾ ആദ്യം LHS എടുത്തു. A*B *C = A*B എന്താ? ക്വസ്റ്റ്യനിലുണ്ട് എന്താ? AB/2. പിന്നെ ഒരു *C കൂടെ വരുമ്പോൾ എന്താവും? ABC/2 എന്ന് കിട്ടും. ശരിയല്ലേ? ABC/2. പിന്നെ ഒരു 2 കൂടെ ഉണ്ട്. ആ 2 കൂടെ ആകുമ്പോൾ എന്തായി? 2 × 2 എന്തായി?
4 ആയി. മനസ്സിലായോ? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? എ ബി ബൈ 2 ആണ്. അപ്പോൾ സ്റ്റാർ സിയും കൂടെ വരുമ്പോൾ എന്താവും? എ ബി സി ബൈ ഈ 2 വരും, ഇവിടുത്തെ ഒരു 2 വരും. അപ്പോൾ 2 × 2 എന്തായി? 4 ആയി. ഇനി തിരിച്ച് RHS എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു, ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം, എ സ്റ്റാർ ബി സ്റ്റാർ സി നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ബൈ 2 എന്ന് എഴുതാം. ഇപ്പോൾ എ സ്റ്റാർ ബി സി ബൈ 2 എന്താവും? എ ബി സി ബൈ ഈ 2 ഉണ്ട്, ക്വസ്റ്റ്യൻ 2 ഉണ്ട്, അപ്പോൾ എന്തായി? 4 ആയി. ഓക്കെ, LHS RHS ഈക്വൽ അല്ലേ? അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. ഇതെന്താണ്? അസോസിയേറ്റീവ് ആണ്. മനസ്സിലായത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബൈനറി ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്നത് മനസ്സിലായ? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദ സെറ്റ് 1 2 3 4 5 ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈക്വൽ ടു മിനിമം സെറ്റ് എ കോമ ബി. റൈറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ദ ഓപ്പറേഷൻ. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യന് ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരയ്ക്കാനാണ്. നമ്മൾ ബൈനറി ഓപ്പറേഷൻ ഇതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെയും ബിയുടെയും വാല്യൂ എന്തായിരിക്കണം? അത് എയുടെയും ബിയുടെയും വാല്യൂ മിനിമം ഉള്ള വാല്യൂയാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മൾ സെറ്റ് തന്നിരിക്കുന്നത് 1 2 3 4 5 ആണ്. അപ്പോൾ എയും ബിയും എന്തായിരിക്കും? ഈ സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം. എയും ബിയും ഈ സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ സിമ്പിൾ ഇതാണ്. ആ സിമ്പിൾ ആദ്യം വരച്ചു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് എന്താ ആ സെറ്റ് എഴുതി 1 2 3 4 5 എ എഴുതി. അടുത്ത ബി താഴോട്ട് 1 2 3 4 5. ഞാൻ ടേബിൾ വരയ്ക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ടേബിൾ വരച്ചു. ഇനി നമ്മൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ആ ബൈനറി ഓപ്പറേഷൻ എന്താ? എയുടെയും ബിയുടെയും മിനിമം വാല്യൂ നമ്മൾ എഴുതാവും. അപ്പോൾ നമുക്കിവിടെ എ ഉണ്ട് ബി ഉണ്ട്, രണ്ടും 1 ആണ്. 1 ഉം 1 ഉം മിനിമം ഏതാ? 1 തന്നെ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എന്ത് വരും? 1 വരും. അടുത്ത് നോക്കേ, 1 ഉം 2 ആ. 1 ഉം 2 മിനിമം ഏതാ വരുന്നത്? 1 അല്ലേ? അപ്പോൾ ഇവിടെ 1 വരും. അടുത്ത 1 ഉം 3 മിനിമം വാല്യൂ ഏതാ? 1 ആണ്. 1 ലും 4 ലും മിനിമം വാല്യൂ 1 ആണ്. 1 ലും 5 ലും മിനിമം വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായോ? നമുക്ക് മിനിമം വാല്യൂ എഴുതിയാൽ മതി. അടുത്ത രണ്ടാമത് നോക്കിയേ, 1 ഉം 2 മിനിമം ഏതാ? 1 ആണ്. 2 ലും 2 ലും മിനിമം എന്ന് പറയുന്നത് 2 തന്നെയാണ്. 3 ലും 2 ലും മിനിമം 2 ആണ്. 4 ലും 2 ലും മിനിമം 2 ആണ്. 5 ലും 2 ലും മിനിമം 2 ആണ്. ഓക്കെ, അപ്പോൾ ആ റോയും കഴിഞ്ഞു. ഇനി അടുത്തത് 1 ഉം 3 മിനിമം 1 2 3 മിനിമം 2 3 3 മിനിമം 3 4 3 മിനിമം 3 5 3 മിനിമം 3. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തത് 1 4 മിനിമം 1 2 4 മിനിമം 2 3 4 മിനിമം 3 4 4 മിനിമം 4 5 4 മിനിമം 4. അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് റോ 1 5 മിനിമം 1 2 5 മിനിമം 2 3 5 മിനിമം 3 4 5 മിനിമം 4 5 5 മിനിമം 5. അപ്പോൾ എന്ത് കിട്ടി? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടി. നമ്മുടെ ക്വസ്റ്റിന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? എയിലും ബിയിലും മിനിമം വാല്യൂ നമ്മൾ എഴുതിയാൽ മതി. നമ്മൾ ആദ്യം എയും ബിയും ക്വസ്റ്റൻ എന്തെങ്കിലും സെറ്റാണ്. എ ഫുൾ എഴുതി, ബി എഴുതി, ആ ബൈനറി ഓപ്പറേഷൻ സിമ്പിളും കൊടുത്തു. ഇനി ഓരോ നമ്പർ എടുത്തു, അതാത് കോളത്തിൽ അതിലെ മിനിമം വാല്യൂ എഴുതുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടും. ഈ ക്വസ്റ്റിന് മിനിമം വാല്യൂ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എഴുതുക. ചില ക്വസ്റ്റിന് LCM ആയിരിക്കും, ചില ക്വസ്റ്റിന് HCF ആയിരിക്കും, ചില ക്വസ്റ്റിന് സം ആയിരിക്കും, അങ്ങനെ പലതും പറയും. ക്വസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് വരയ്ക്കണം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരയ്ക്കണം. ടേബിൾ വരയ്ക്കാൻ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ സെറ്റ് 1 2 3 4 5 given by the following multiplication table. First question, compute 2 star 3 star 4 and 2 star 3 star 4. Second question, is star commutative? Third question, compute 2 star 3 star 4 star 5. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് സെറ്റ് 1 2 3 4 5 തന്നിട്ടുണ്ട്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും തന്നിട്ടുണ്ട്. ഇവിടെ 3 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ടേബിളിൽ നോക്കി ആൻസർ എഴുതിയാൽ മതി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്ടെ 2 star 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 2 star 3 star 4 ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 star 3 ടേബിളിൽ നോക്കി ആൻസർ എഴുതിയാൽ മതി. നോക്കേ, 2 star 3 ആണ്ടെ 2 3 ആ കോളം നേർക്ക് വരുന്നത് എത്ര? 2 star 3 എത്ര? 1 അല്ലേ? അപ്പോൾ 2 star 3 എന്താ? 1. ഇനി എന്തുണ്ട്? സ്റ്റാർ 4 ഉണ്ട്. അപ്പോൾ അടുത്ത എത്ര? 1 star 4. 1 താണ്ട് സ്റ്റാർ 4 1 4 ആ കോളത്തിൽ നേരെ വരുന്ന ഏതാ? 1 അല്ലേ? അപ്പോൾ 1 star 4 എന്ത് കിട്ടി? ഈക്വൽ ടു 1. അപ്പം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2 star 3 star 4 ഈക്വൽ ടു, ആദ്യം ബ്രാക്കറ്റിലുള്ള ചെയ്യണം, 3 star 4 ചെയ്യണം. 3 star 4
3ക്കും 4നും ആ കോളത്തിൽ നേരെയുള്ള എന്താ 1 അല്ലേ 3 സ്റ്റാർ 4 എന്ത് കിട്ടി 1 കിട്ടി. അപ്പോൾ ഇവിടെ എന്തായി 2 സ്റ്റാർ 1 ആയി. ഇനി 2 സ്റ്റാർ 1 2 സ്റ്റാർ 1 2നും 1 നേരെയുള്ള എന്താ 1 അല്ലേ. അപ്പോൾ 2 സ്റ്റാർ 1 എന്ത് കിട്ടി ഈക്വൽ ടു 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണോ ചോദ്യം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ എ സ്റ്റാർ ബി ഈക്വൽ ടു എന്ത് കിട്ടണം ബി സ്റ്റാർ എ എന്ന് കിട്ടണം. നമുക്ക് എക്ക് 2 എന്നും ബിക്ക് 3 എന്ന് 2 നമ്പർ എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം 2 സ്റ്റാർ 3 ചെയ്തു. ടേബിളിൽ നോക്കി 2 സ്റ്റാർ 3 2ക്കും 3ക്കും നേരെയുള്ള ഏതാ 1 ആണ്. 2 സ്റ്റാർ 3 എന്ത് കിട്ടി 1 കിട്ടി. ഇനി തിരിച്ച് 3 സ്റ്റാർ 2 ചെയ്തു. ടേബിളിൽ 3 സ്റ്റാർ 2 3ക്കും 2നും നേരെയുള്ള നമ്പർ അതും 1 തന്നെയാണ്. അപ്പോൾ LHS RHS ഈക്വലാണ്. അപ്പം ഇതെന്തായി ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 കണ്ടുപിടിക്കേണ്ടത്. 2 സ്റ്റാർ 3 ഇതാ ക്വസ്റ്റ്യനിലുണ്ട്. ടേബിളിൽ നോക്കി 2 സ്റ്റാർ 3 2നും 3ക്കും നേരെയുള്ള കോളത്തിൽ എന്താ ഉള്ളത്. അപ്പോൾ ഇതെന്താ 1 കിട്ടി സ്റ്റാർ. അടുത്ത 4 സ്റ്റാർ 5 4 സ്റ്റാർ 5 4നും 5നും നേരെയുള്ള കോളത്തിൽ എന്താ ഉള്ളത് 1 ആണ്. അപ്പോൾ ഇതും എന്ത് കിട്ടി 1 കിട്ടി. അടുത്ത 1 സ്റ്റാർ 1 സ്റ്റാർ 1നും 1 നേരെയുള്ള കോളത്തിൽ എന്താ ഉള്ളത് 1 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും 1 സ്റ്റാർ 1 ഈക്വൽ ടു 1 കിട്ടി. 3 ക്വസ്റ്റിന് ആൻസർ കിട്ടിയല്ലോ. സിമ്പിൾ ആണ്. ആ ടേബിളിൽ നോക്കി നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് സ്റ്റാർ ബി ദ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യാപിറ്റൽ N given by a star b equal to LCM of a and b. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് 5 സ്റ്റാർ 7 and 20 star 16. Second question is star commutative. Third question is star associative. Last question find the identity of star in capital N. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സെറ്റ് ക്യാപിറ്റൽ N നാച്ചുറൽ നമ്പറാണ് തന്നിരിക്കുന്നത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. ആ ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ എയുടെയും ബിയുടെയും LCM ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത് 5 സ്റ്റാർ 7നും 20 സ്റ്റാർ 16. അപ്പോൾ ഫസ്റ്റ് 5 സ്റ്റാർ 7 ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ LCM ഓഫ് എ ആൻഡ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാർ 7 എന്തായിരിക്കും LCM ഓഫ് 5 ആൻഡ് 7 ആയിരിക്കും. LCM കാണാൻ നമുക്കറിയാം 5ഉം 7ഉം പ്രൈം നമ്പറാണ്. 2 പ്രൈം നമ്പറിൻ്റെ LCM കാണാൻ വെച്ചാൽ എന്ത് ചെയ്താൽ മതി ആ 2 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 ആൻഡ് 7 LCM എന്തായിരിക്കും 5 into 7 35 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് കിട്ടി 35 കിട്ടി. അടുത്ത എന്താ 20 സ്റ്റാർ 16 ആണ്. അപ്പോൾ എന്തായിരിക്കും LCM ഓഫ് 20 ആൻഡ് 16. LCM കാണുന്നത് എങ്ങനെയാണ് 20യുടെയും 16ൻ്റെയും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 into 10 20 2 into 8 16. വീണ്ടും 2 ഉണ്ട് 2 into 5 10 2 into 4 8. വീണ്ടും 2 ഉണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 4 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 കിട്ടും. തീർന്നല്ലോ. അപ്പം 2 into 2 4 4 into 2 8 8 into 5 40 40 into 2 80. അപ്പോൾ LCM എത്ര കിട്ടും 8 കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. LCM കണ്ടാൽ മതി. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും LCM ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. രണ്ടിൻ്റെയും LCM കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണ്ടേ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എ സ്റ്റാർ ബി ഈക്വൽ ടു എന്ത് കിട്ടണം ബി സ്റ്റാർ എ എന്ന് കിട്ടണം. നമുക്ക് നോക്കാം എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ LCM ഓഫ് എ ആൻഡ് ബി ആണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു LCM ഓഫ് എ ആൻഡ് ബി. തിരിച്ച് ബി സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എന്താ LCM ഓഫ് ബി ആൻഡ് എ. എയുടെയും ബിയുടെയും LCM എടുത്താലും ബിയുടെ എയുടെ LCM എടുത്താലും എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്താ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എന്തായിരിക്കും സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ശരിയല്ലേ. എ സ്റ്റാർ ബി LCM എ ആൻഡ് ബി അതായത് എ ബി ആയിരിക്കും. ബി സ്റ്റാറുടെ LCM എ ബി തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഇത് അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഇത് അസോസിയേറ്റീവ് ആണോന്ന് പ്രൂവ് ചെയ്യണം. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം. നമ്മൾ ആദ്യം എ സ്റ്റാർ ബി സ്റ്റാർസിൻ്റെ LCM എടുക്കാൻ എന്ത് വരും ആദ്യം എ ആൻഡ് ബിയുടെ LCM അതിൻ്റെ കൂടെ സി കൂടെ ആകുമ്പോൾ എന്ത് വരും LCM ഓഫ് എ ബി ആൻഡ് സി എന്ന് വരും. ശരിയല്ലേ. എ സ്റ്റാർ ബിയുടെ എന്താ LCM ഓഫ് എ ആൻഡ് ബി അതിനൂടെ സിയും കൂടെ വരുമ്പോൾ എന്താവും LCM ഓഫ് എ ബി ആൻഡ് സി.
ഇപ്പുറത്ത് എന്ത് തന്നെ ബി സ്റ്റാർ സിയുടെ LCM ബി ആൻഡ് സി, അതിലൂടെ എയും കൂടെ വരുമ്പോൾ എന്താവും LCM ഓഫ് എ ബി ആൻഡ് സി. രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിമേ കിട്ടത്തുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് ഇതെന്തായി? ഇത് അസോസിയേറ്റീവായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിറ്റി എലമെന്റ് ഇ കണ്ടുപിടിക്കാനാണ്. രണ്ട് നമ്പറിന്റെ LCM എടുക്കുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? അതായത് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ ആയിരിക്കണം, തിരിച്ച് ഇ സ്റ്റാർ എ ചെയ്താലും എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അങ്ങനെയുള്ളൊരു എലമെന്റ് ഏതായിരിക്കും? അപ്പോൾ എക്ക് ഏത് എലമെന്റ് എടുത്താൽ എ സ്റ്റാർ ഇ ചെയ്യുമ്പോൾ ഇ സ്റ്റാർ എ ചെയ്യുമ്പോഴും എ തന്നെ കിട്ടും. ഏത് എലമെന്റ് എടുത്താൽ കിട്ടും? നമുക്ക് 1 സ്റ്റാർ ഇ ഈക്വൽ ടു 1 ആയിരിക്കും, തിരിച്ച് ഇ സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം എന്താ? 1ൻ്റെ കൂടെ ഏത് നമ്പർ എടുത്ത് LCM മോഡൽ നമുക്ക് ആൻസർ എന്തേ കിട്ടൂ? ആ നമ്പരെ കിട്ടൂ. മനസ്സിലായോ? ഇങ്ങനല്ല, തിരിച്ച് എ സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും, തിരിച്ച് 1 സ്റ്റാർ എ എന്ന് പറഞ്ഞാലും എ തന്നെ ആയിരിക്കും. അതായത് ഈ നമുക്ക് 1 എടുക്കാം, ഐഡന്റിറ്റി എലമെന്റ് 1, 1ൻ്റെ കൂടെ ഏത് നമ്പർ എടുത്ത് LCM മോഡൽ നമുക്ക് എന്താ കിട്ടും? ആ നമ്പരെ കിട്ടും. ഒരു എക്സാമ്പിൾ നോക്കിയേ, 1ൻ്റെ 5ൻ്റെ LCM എടുത്താൽ നമുക്ക് എന്താ കിട്ടും? 5 കിട്ടും. 1ൻ്റെ 25ൻ്റെ LCM എടുത്താൽ നമുക്ക് 25. 1ൻ്റെ 100ൻ്റെ LCM എടുത്താൽ നമുക്ക് 100 കിട്ടുന്നത്. ഏത് നമ്പറിൻ്റെ കൂടെ 1 എടുത്താൽ LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആ നമ്പരെ കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഐഡന്റിറ്റി എലമെന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഐഡന്റിറ്റി എലമെന്റ് ഇ ഈക്വൽ ടു 1. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? 1. ഓക്കെ, കാരണം ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. 1ൻ്റെ കൂടെ ഏത് നാച്ചുറൽ നമ്പറിൻ്റെ LCM എടുത്താൽ നമുക്ക് എന്തേ കിട്ടും? ആ നമ്പരെ കിട്ടും. അപ്പം എന്തായിരിക്കും നമ്മൾ ഐഡന്റിറ്റി എലമെന്റ്? എല്ലാത്തിലും ഐഡന്റിറ്റി എലമെന്റായിട്ട് വരുന്നത് എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും, ശരിയല്ലേ? അപ്പം ഐഡന്റിറ്റി എലമെന്റ് ഇ ഈക്വൽ ടു 1. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യും. അപ്പം ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.